Hello friends and viewers. This is Outlaw Studios. അപ്പോൾ ഞാനിപ്പോൾ ബെൽഫാസ്റ്റിലാണുള്ളത്. ഒരു സഡനായിട്ട് തീരുമാനിച്ച ഒരു ട്രിപ്പിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ബെൽഫാസ്റ്റിൽ എന്ത് ചെയ്യണം എന്നുള്ള വലിയമായിട്ടുള്ള പ്ലാനായിട്ടൊന്നുമല്ല വന്നത്. അപ്പോഴാണ് ഗെയിം ഓഫ് ത്രോൺസിന്റെ സ്റ്റുഡിയോ ഇവിടെ ഉണ്ടെന്നുള്ള സംഭവം അറിഞ്ഞതും അത് booking.com ത്രൂ ആണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇവിടേക്ക് വരാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും 3 മണി വരെ എൻട്രി ഉണ്ട്. 30 കൊണ്ടാണ് അതാണല്ലോ പറയേണ്ടത്. 30 കൊണ്ടാണ് ഇതിന് എൻട്രി ഫീ വരുന്നത്. 3 മണി വരെ എൻട്രി ഉണ്ട്. അപ്പൊ ഞാൻ 3 മണിയുടെ സ്ലോട്ട് എടുത്തിട്ടാണ് വന്നത്. ഇവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ മ്യൂസിക് ഒക്കെ ചെറുതായിട്ട് കേൾക്കാതിരിക്കും തോന്നുന്നു. എനിക്ക് കേൾക്കാനുണ്ട്, ഓഡിയോയിലുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഫാൻസൊക്കെ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ നോക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ ബാഹുബലിയൊക്കെ പിടിച്ച പോലെ ഗെയിം ഓഫ് ത്രോൺസിന്റെ സ്റ്റുഡിയോ, അതായത് ഇതിൽ 40% ഇവിടെയാണ് പിടിച്ചത്. പല വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്, സ്പെയിനിൽ ക്രൊയേഷ്യയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിന്റെ 40% സ്റ്റുഡിയോയിലാണ് പിടിച്ചത്. അതായത് ഇന്റീരിയർ മൊത്തം ഇവിടെയാണ് പിടിച്ചത്. അപ്പോൾ അതിന്റെ ഒറിജിനൽ പാർട്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ആർമറി, അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ വീഡിയോ. ഹായ്. അപ്പോൾ ഗായ്സ്, ഈ സ്റ്റുഡിയോ ടൂർ, ഗോട്ടിൻ്റെ സ്റ്റുഡിയോ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ആക്ച്വലി നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം സ്ക്രീനിങ് ഉണ്ട്. നമ്മുടെ ഈ ഗോട്ടിൽ മെല്ലിസാൻ്റെ ആയിട്ട് ആക്ട് ചെയ്ത അവരാണ് അതിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താ കാണാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതും ഇതിൻ്റെ ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരു ചെറിയ 10 മിനിറ്റത്തെ ക്ലാസ്സിന് ശേഷം ഗൈഡൊന്നും ഇല്ലാതെ നമ്മൾ ഓപ്പൺ ആക്കി വിടുകയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത്ര പ്രാവശ്യം ഇഷ്ടമുള്ളത്ര നേരെ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം. റിട്ടേൺ വന്നിട്ട് വീണ്ടും പ്രാവശ്യം കൂടി ടൂർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഹാരി പോട്ടറിൻ്റെ സംഭവത്തിലൊന്നും അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. സോ അതാണ് ഈ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ടൂറിൻ്റെ സ്പെഷ്യാലിറ്റി. ആൻഡ് ഹിയർ വി ഗോ. നൈറ്റ് വാച്ചിന്റെ കോസ്റ്റ്യൂമാണ്. നൈറ്റ് വാച്ചസിന്റെ രക്ഷയിലെ ഫിനിഷിങ് ഒറിജിനലാണ്. ചിക്കനൊക്കെ നോക്കാം. കമാൻഡേഴ്സ് ചേംബർ. ഈ സീനൊക്കെ ഓർമ്മയില്ലേ, മറക്കാൻ പറ്റൂല. എന്റെ മോനെ പൊളി. നോക്ക് മക്കളെ, നോക്ക് സാധനം എന്താ, നോക്ക്. എടാ മോനെ, ഒന്നും പറയല്ലേ, വേറെ ലെവൽ എക്സ്പീരിയൻസ് കേട്ടോ. ഞാൻ UK വരുന്നതിന് മുൻപേ ഈ ഹാരി പോട്ടറിന്റെ ഇത് കണ്ടിട്ട്, സ്റ്റുഡിയോ കണ്ടിട്ട് അവിടെ ടൂർ പോകണമെന്ന് വിചാരിച്ചാണ്. ഇപ്പൊ നമുക്ക് 4 കൊല്ലമായി, ഇതുവരെ അത് നടന്നിട്ടില്ല. പക്ഷെ അവിചാരിതമായി ബെൽഫാസ്റ്റ് ഒരു ട്രിപ്പ് വെറുതെ ഞാൻ പ്ലാൻ ചെയ്തതാണ്. എന്റെ ഔട്ട് ഓഫ് ദ പിക്ചർ വന്ന ഒരു ഐഡിയ ആണ് ബെൽഫാസ്റ്റ് ട്രിപ്പ് എന്നുള്ളത്. അത് ജസ്റ്റ് എന്നിട്ട് booking.com ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടുത്തെ അട്രാക്ഷൻസ്. അപ്പൊ ഞാൻ സ്ഥിരം അങ്ങനെയാണ് ചെയ്യല്. ഡയറക്റ്റ് ChatGPT എടുത്ത് ചോദിച്ചിട്ട് ഒരു ഇറ്റിനറി ഉണ്ടാക്കാല്ലോ ചെയ്യാം. booking.com ഞാൻ നോക്കും, ഞാൻ പേഴ്സണലി നോക്കും. എന്നിട്ട് എനിക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത് വെച്ചിട്ട് ChatGPT കൊടുത്തിട്ട് ഒരു ഇറ്റിനറി ഉണ്ടാക്കി തരാൻ പറയും. അങ്ങനെയാണ് ഞാൻ ചെയ്യല്. അപ്പോഴാണ് എനിക്ക് ഗെയിം ഓഫ് ത്രോൺസിന്റെ സ്റ്റുഡിയോ കണ്ടത്. എനിക്ക് ശരിക്കും പടം കണ്ട ഒരു ഫീൽ ഉണ്ട് ഗൈസ്. സത്യം പറയാലോ, പല സംഭവങ്ങളും കാണുമ്പോൾ
ഒരു അന്യായ ഒരു സന്തോഷം തോന്നാണ്. ആക്ച്വലി 30 കൊണ്ടാണ് എനിക്ക് ഇതിന് ചെലവ് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഫുള്ളൊന്നും ആയിട്ടില്ല, പകുതി പോലും ആയിട്ടില്ല കറങ്ങിയിട്ട്. അപ്പോഴേ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഹാരി പോട്ടറിന്റെ ടൂർ എന്തായാലും UK മടങ്ങുന്നതിന് മുമ്പ് ചെയ്തിരിക്കും. ബട്ട് ദിസ് വൺ ഇസ് സോ 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 സ്പെഷ്യൽ. അപ്പോൾ താല്പര്യമുള്ളവർ, ബെൽഫാസ്റ്റിലേക്ക് വരാനുള്ളവർ അല്ലെങ്കിൽ ബെൽഫാസ്റ്റിലുള്ളവരൊക്കെ നെവർ മിസ് ഇറ്റ്. നമ്മുടെ മോളെ ഡീറ്റെയിൽ നോക്കണ മണ്ണടങ്ങിയിട്ടുണ്ട്. ഒക്കെ നമ്മുടെ സെർട്ടാണ്. ആര്യ സ്റ്റാർക്ക് ഞങ്ങൾ ഒടുക്കം ചതിച്ചു, ഞാൻ എപ്പോഴും മറക്കില്ല. മീനാണ് കേട്ടോ, ഫാമിലിയിലെ 3. അടുത്തത് എന്താ കാണാൻ നോക്കാം. ലാനിസ്റ്റർ ഉണ്ട്. മാറ്റം സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എപ്പിസോഡായിരുന്നു. ഇപ്പോൾ സീനായിരുന്നു. നമ്മുടെ അമ്മൂമ്മ ഇരിക്കണു, ലാനിസ്റ്റർ കുട്ടൻ, ധോവൻ പൊളിയായിരുന്നു. മാസ് മീറ്റിംഗ് ഓഫ് അലീസ് അല്ല അലൈസ്. എന്തൊരു സാധനം മോനെ, കാണുമ്പോ തന്നെ കൊതിയാവണം. സൈസ് ശരിയാവുന്നില്ല. പിന്നിലിരിക്കണവരാരൊക്കെയാ? ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാട്ടെ. ഇരിക്കുന്നു ആര്യ സ്റ്റാർക്ക്, നമ്മുടെ ചെറുക്കൻ നൈറ്റിങ്. പുള്ളിക്കാരൻ്റെ പേര് മറന്നടാ. ഒരു തെർമോക്കോള ചെയ്തിട്ടുണ്ട്, മൂക്കൊക്കെ പോയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ജെമി ലാനിസ്റ്റർ ഇതാ പക്ക കോപ്പി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ജെമി ലാനിസ്റ്ററിന്റെ ഭയങ്കര ഫാനായിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നു, കാരണം എനിക്ക് ഒന്നും മിസ്സാക്കാൻ തോന്നുന്നില്ല. ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ കണ്ട ഒരു സീരീസ് ആണ്, സിനിമ മാത്രമേ കാണാറുള്ളൂ, സീരീസ് ആണ് ഗോട്ട്. സോ അത് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്, അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും ബെസ്റ്റ്. അപ്പോൾ ഗോട്ടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മോനെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നത് കൊണ്ടാണ് ഇത്രയും സന്തോഷം എനിക്ക്. ഞാൻ ഇത് പ്രീ പ്ലാൻഡ് ഒന്നല്ലായിരുന്നു, ഇന്നലെയാണ് ഈ സാധനത്തിന് ബുക്ക് ചെയ്തത്. ആൻഡ് വർത്ത് എവരി പെന്നി അല്ല, എല്ലാ പെന്നിയും. ലൈറ്റ് പോയി. ആരാ നോക്കിയേ? ഞാൻ ഗെയിം ഓഫ് ത്രോൺസില് ഞാൻ ലൈഫ് എന്നെ മച്ചു കൂട്ടാ. ഇനി നമ്മൾ കയറാൻ പോകുന്നതാണ് ആർമറി റൂം. ഓരോരുത്തരുടെയും ആയുധങ്ങളുണ്ട്, അത് ഇത് ഒറിജിനൽ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് മാത്രം ടച്ച് ചെയ്യാണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ആക്സസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ മാത്രം ഗ്ലാസ് വെച്ച് അടച്ചിരിക്കുന്നതിന്റെ റീസൺ അതാണ്, ഈ ആർമറി ഒക്കെ എടുത്ത് ചീത്തയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടൻ അയാൾ പൊളിയായിരുന്നു കേട്ടോ. അയാൾ ആര്യ സ്റ്റാർക്കിനെ സെറ്റ് ആക്കിയതും എടുത്ത് വളർത്തിയതൊക്കെ പൊളായിരുന്നു. അതേ ആര്യ സ്റ്റാർക്ക് എൻ്റെ മോളെ, എൻ്റെ ക്രഷായിരുന്നു ഒരു സമയം വരെ, ലാസ്റ്റ് എപ്പിസോഡുകൾ വരെ. പിന്നെ പോയി. അറിയാലോ റീസൺ, അറിയാലോ, ആര്യമോൾക്കും അറിയാലോ എന്റെ റീസൺ.
ആർമറി ഇനിയാണ് മെയിൻ ആൾക്കാരുടെ ആർമറികള് കാണ്. ജോൺസ്നോ ആ ടീം മൊത്തം വരുമ്പോ അളിയൻ അഴിച്ചെടുക്കുന്ന ആ വാള് കണ്ടോ? അതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. നമ്മുടെ കൊച്ച് എന്തായിരുന്നു? യു ഡോണ്ട് നോ എനിത്തിങ് ജോൺസ്നോ. കളിയും പിന്നെ എപ്പിക്കാണ്. തുടക്കം വന്ന് മരിച്ചു, പക്ഷെ എന്തിൽ വരെ ഇവിടെ ലാനിസ്റ്റർ റൂട്ട് കളിയനും കൊള്ളായിരുന്നു. ആർമറി വർക്ക്ഷോപ്പ് നോക്കടാ, ആർമറി വർക്ക്ഷോപ്പ്. ഓക്കെ കണ്ട വാളുകൾ ഇരിക്കുന്ന കണ്ടോ? കുന്തങ്ങൾ, വടികൾ, അമ്പമ്പമ്പ് ഒന്നുമില്ല. മറ്റേ സാധനം മോനെ ആ സീൻസ് ഒക്കെ മനസ്സിക്കൂടെ ഇങ്ങനെ കടന്നു പോകും. കൊള്ളാട്ടത്. ഇത് നമുക്കിവിടെ ആരോ വിട്ട് നോക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഞാൻ ചെയ്ത് നോക്കാൻ പോവാ. ഫുൾ ബാക്കിൽ ആരോ ഇട്ടിരിക്കും. ആരോ ആണ് ഫുൾ ബാക്ക്. ഞാൻ ചെയ്ത് കറക്റ്റ് അല്ലേ? എനിക്കിത് ക്രൊയേഷ്യയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് കുറെ അറിയാം. ഞാൻ ക്രൊയേഷ്യയിൽ പോയിട്ടുള്ള മലയാളീസിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് കുറെ കണ്ടിട്ടുണ്ട്. ക്രൊയേഷ്യയിൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിങ്സ് ലാൻഡിങ്ങിന്റെ ലൊക്കേഷൻസ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും കണ്ടോളി. കണ്ടോ? നോർത്തേൺ അയർലാൻഡ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്, ക്രൊയേഷ്യ വരുന്നുണ്ട്, മാൾട്ട. മാൾട്ട ഞാൻ കഴിഞ്ഞാലും പോയിട്ടായിരുന്നല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇങ്ങനെയാണ് അത് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഫിലിംഡ് ഇൻ നോർത്തേൺ അയർലാൻഡ് എന്നാണ് പറയുന്നത്. പ്രൈമറി ലൊക്കേഷൻ അയർലാൻഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ എത്ര വലിയ സ്റ്റുഡിയോ ഉള്ളത്. സ്പെയിനും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ക്രൊയേഷ്യ വരുന്നത്. Game of Thrones took viewers on an epic journey from icy north beyond the wall of temperature shows King's Landing and the hot, dry deserts of Essos to meet the demands. The series filmed in a wide range of like Mill Studios, Barbie, Northern Ireland, Dunkirk, Croatia, and St. Seafood served as the primary location film. But the interior scenes were filmed almost away from the studio in Belfast. ഓക്കെ, ഔട്ട് സൈഡ് ഒക്കെ ക്രൊയേഷ്യയിൽ പിടിച്ചു, ബാക്കിയുള്ളതൊക്കെ ഇവിടെ പിടിച്ചു. അപ്പോ കേക്കിലേക്ക് എന്റെ മോനെ എപ്പിക് സീൻ, സെർസിൻ ജെയ്മിയും. ഇനി ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്തിട്ടാണെന്നറിയോ? ഇതൊന്നും റെപ്ലിക്ക അല്ല, ഇതൊക്കെ ഒറിജിനൽ ആണെന്നാണ് ടൂറിന്റെ തുടക്കം തന്നെ പറഞ്ഞത്. അങ്ങനെ ഒറിജിനൽ തന്നെയായിരിക്കും, ഞാൻ വിശ്വസിക്കാം. എനിക്കും കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, സത്യം. ഹെൽമെറ്റിന്റെ ഒരു വ്യൂ ആയാലും സീൻ എന്നെ മോനെ. ഹൗസ് ടൈറൽ. എനിക്ക് ഈ അമ്മൂമ്മേനും ഇവളെയും ഭയങ്കര ഇഷ്ടമായി. ഇവളെ വേറെ പല കാരണം കൊണ്ടാണ് ഇഷ്ടം, എന്നാലും ഹൗസ് ടൈറൽ. ഈ ഡ്രസ് തീരെ കുഞ്ഞിതുപോലെ. ഇവിടെ ഇത്ര ചെറുതായിരുന്നു, അവൾക്ക് നല്ല വലിപ്പമുണ്ടായിരുന്നല്ലോ. എന്നെക്കാളും ചെറുതാണല്ലോ. ചെറുതായിരിക്കില്ല. ഇതാരാ? അയ്യോ എന്റെ അമ്മേ, തൊട്ടപ്പുറത്ത് ഏതാ ടീം നോക്കി. എന്തൊക്കെ ടീം? ലാനിസ്റ്റർ ആണ് മക്കളെ ടീം. കണ്ട ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഹൗസസ് കണ്ടു. എന്റെ പിന്നെ നിൽക്കുന്ന ലാനിസ്റ്റർ ഹൗസ്, ടൈറൽ ഹൗസ്. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയാവുന്ന വ്യൂ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കാണേണ്ടത്. ക്യാമറ വയ്ക്കുമ്പോൾ കണ്ടോളിയും. ദി ത്രോൺ ആക്ച്വലി ഗോട്ട് ഗെയിം ഓഫ് ത്രോൺസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒറിജിനൽ ത്രോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഉള്ളവർ പറഞ്ഞതാണ്. ആകെ ഒരു ത്രോൺ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ.
അത് കഴിഞ്ഞിട്ട് വന്ന ഹൗസ് ഓഫ് ഡ്രാഗൺസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യലായിട്ട് വേറെ ത്രോൺ ഉണ്ടാക്കിയതാണ്. കാരണം ഇതിവിടെ കീപ്പ് ചെയ്തിരിക്കുകയാണ് സ്റ്റുഡിയോയുടെ ഭാഗമായിട്ട്. അതുകൊണ്ട് ഈ ഒരു ത്രോണ് ഇതാണ് ഒറിജിനൽ ത്രോണ്. എൻ്റെ അതിൽ വാളുകൾ ശ്രദ്ധിച്ചോ, അതിലെ വാളുകളിൽ ഗ്ലാഡിയേറ്റർ മൂവിയിലെ വാളുണ്ട്, ലോർഡ് ഓഫ് റിങ്സിലെ വാളുണ്ട്. അതിലൊരെണ്ണം എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞായിരുന്നു, പറഞ്ഞാൽ ലോർഡ് ഓഫ് റിങ്സിലെ വാളാന്ന്. ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയ ആള് ഇങ്ങനെ വാളുകൾ സിനിമകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു. അപ്പൊ ആള് അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗെയിം ഓഫ് ത്രോൺസിന്റെ ഈ ത്രോൺ ഉണ്ടാക്കിയപ്പോൾ ആ വാളുകളൊക്കെ ഇതിൽ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലേ കാണുമ്പോൾ എനിക്ക് ശരിക്കും റൊമാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ തമാശക്ക് വീഡിയോക്ക് വേണ്ടി പറയുന്നതല്ല, എനിക്ക് ശരിക്കും റൊമാൻസ് ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ. സത്യമായിട്ടുണ്ട്. വല്ലാത്ത ശബ്ദം, എന്റെ ഓഡിയോ ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്ക് ശരിക്കും ഇത് കാണുമ്പോ ഈ വ്യൂവിന്റെ ഫ്രണ്ടിൽ ഞാൻ വന്ന് നിൽക്കുമ്പോ എനിക്ക് റൊമാൻസ് ഉണ്ട്. അപ്പോ എക്സിറ്റ് ആയി. അതായിരുന്നു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഷോപ്പ് കാണിച്ചു തരാം. UK-ലെത്തിയതിനു ശേഷം എവിടെയെങ്കിലും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കുക, അത് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ഞാൻ മിസ്സാക്കിയില്ല. പക്ഷെ ഞാനൊരു വെറൈറ്റി ചെയ്തു. ഇവിടെ നിന്ന് 3 ഫ്രിഡ്ജ് മാഗ്നറ്റ് ഞാൻ മേടിച്ചു. വേറെ ഒന്നല്ല, എനിക്ക് മിസ്സാക്കാൻ പറ്റിയില്ല. ആ 3 എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി.